അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമോ? ഒന്ന് ദയവേദിട്ട് കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. അതായത് ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉസ്താദ് ശരിയായ നിലക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം എനിക്കത് കേൾക്കാൻ പറ്റില്ല. ഇവിടെ പവർ ഇൻട്രപ്ഷൻ പവർ ഫെയിലായതിൻ്റെ പേരിൽ എനിക്കൊന്നും നമസ്കാരം കേൾക്കാൻ സാധിച്ചില്ല. ദയവേദിട്ട് ഉസ്താദ് ആ നമസ്കാരം ഒന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ വളരെ ഹൈറായിരുന്നു ഉസ്താദ്. കാരണം ഞാൻ ഇന്നലെ ചോദിച്ചത് ജുമാ നിസ്കാരത്തിൻ്റെ സമയത്ത്, കാരണം അകത്ത പള്ളി പുറത്ത പള്ളി, അകത്ത പള്ളിയിൽ നിസ്കാരം നടക്കുന്ന സമയത്ത് കണ്ട് വാതിൽ മുഴുവൻ അടച്ചിരുന്ന പുറത്തുള്ളവരുടെ ഹുക്കുമെന്താണ്, അല്ലെങ്കിൽ ആ പള്ളിൻ്റെ കോമ്പൗണ്ടിൽ നിസ്കരിക്കുന്നവരുടെ ഹുക്കുമെന്താണ്, അതല്ലാതെ അടുത്ത ബിൽഡിങ്ങിൻ്റെ താഴെയെല്ലാം നിസ്കരിക്കുന്നവരുടെ ഹുക്കും. അതേസമയം ഈ അടുത്ത ബിൽഡിങ്ങും ഈ പള്ളിയിലും ഈ കോമ്പൗണ്ടുമായിട്ട് കാരണം മുത്തസിലല്ല, മുൻഫസിലാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് പോയി വരുന്ന സമയത്ത് അവിചാരിതമായിട്ട് നമുക്ക് പള്ളി കയറാൻ സീറ്റ് കിട്ടിയില്ല. അന്നാണെങ്കിൽ ഈ മുൻഫസിലായി നിൽക്കുന്ന ഇവരെ കൂടെ നിസ്കരിച്ചാൽ നമുക്ക് നിസ്കാരം സഹിയാവുമോ എന്നെല്ലാമായിരുന്നു ഇന്നത്തെ എൻ്റെ ചോദ്യം. ദയവേദിട്ട് ഉസ്താദ് ഒന്ന് ആവർത്തി പറയുകയാണെങ്കിൽ വളരെ ഹൈറായി നിൽക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. അതേപ്രകാരം തന്നെ ഉസ്താദിന് വിരോധമില്ലെങ്കിൽ ഞാൻ ദുബൈയിൽ നിന്നാണ് സംസാരിക്കുന്നുള്ളത്. ഉസ്താദിൻ്റെ മൊബൈൽ നമ്പർ ഒന്നും കൂടി എനിക്ക് തരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉസ്താദിനോട് മൊബൈലിൽ നിന്ന് സംസാരിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. നിങ്ങളുടെ ശബ്ദം ഇപ്പോഴും വളരെ കുറവാണ്. ഞാനിവിടെ ബോക്സ് വളരെ ഉള്ളിടത്തോളം സൗണ്ട് തുറന്നെടുത്തിട്ടാണ് ഏകദേശം കേട്ടത്. ഇന്നലെ ചോദിച്ച അതേ ചോദ്യം തന്നെ, അതായത് ജുമാ നിസ്കരിക്കുമ്പോൾ പുറത്തു നിന്നും മറ്റുമൊക്കെ നിസ്കരിക്കുന്ന ആളുകളുടെ വിധിയെക്കുറിച്ചാണ് ചോദിച്ചത്. പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ അകത്തെ പള്ളിയും പുറത്തെ പള്ളിയുമായിട്ട് പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമാണെങ്കിൽ വാതിലടച്ചാലും വിരോധമില്ല. ഇമാമിന്റെ ശബ്ദം കേൾക്കുകയോ അതല്ലെങ്കിൽ ഇമാമിനെ കാണുകയോ അല്ലെങ്കിൽ ഇമാമിനെ കാണുന്ന സൊഫുകളിൽപ്പെട്ട ചിലതിനെ കാണുകയോ ഒക്കെ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു നിലക്ക് അറിഞ്ഞാൽ മതി. അപ്പോ പള്ളിയാവുമ്പോൾ വാതിലടച്ചുകൊണ്ട് കേടില്ല. അതേ സമയത്ത് ഇമാമ് പള്ളിയിലും മൗമൂമിങ്ങൾ പള്ളിയുടെ പുറത്തുമാകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. പുറത്താവുമ്പം 3 സാധ്യത ഉണ്ട്. വാതിൽ അടച്ചു വെച്ചുകൊണ്ട് പുറത്ത് നിസ്കരിച്ചാൽ പുറത്തുള്ളവരുടെ നിസ്കാരം അകത്തുള്ള ഇമാമിനോട് തുടർന്നുള്ള നിസ്കാരം സഹിയാവുന്നതല്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. വാതിൽ അടച്ചു വെച്ചുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കുന്ന ഇമാമിനെ പള്ളിയുടെ പുറത്ത് നിസ്കരിക്കുന്നവർ തുടർന്നാൽ ആ തുടർച്ച സഹിയാവുകയില്ല. മനസ്സിലായോ? അപ്പോ പള്ളിയുടെ പുറത്ത് നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ പ്രശ്നം മുത്തസിലായി, അതായത് ഇമാമിന്റെ ബേക്കറി സൊഫ്, അതിന്റെ ബേക്കറി സൊഫ്, അങ്ങനെ പള്ളിയുടെ ലാസ്റ്റ് വരെ സൊഫ്, പള്ളി കഴിഞ്ഞതിന് ശേഷം പുറത്ത് സൊഫ്, ഇങ്ങനെ തുടർച്ചയായിട്ട് സൊഫ് ഉണ്ടെങ്കിലും പുറത്ത് നിൽക്കുമ്പോൾ ഇമാമിലേക്ക് ഖിബിലയിൽ നിന്ന് തെറ്റാതെ സാധാരണഗതിയിൽ ചെന്ന് ചേരാൻ പറ്റുകയും വേണം. ഇമാമിനെയോ ഇമാമിനെ കാണുന്ന സൊഫുകളിൽപ്പെട്ട ചിലതിനെയോ കാണാനും പറ്റണം. അപ്പൊ വാതിലടച്ചിടാൻ പാടില്ല എന്നർത്ഥം. വാതിലടച്ചിടാൻ പാടില്ല. ബേക്കിലാണ് ഇമാമിന്റെ അഥവാ പള്ളിയുടെ പിൻവശത്താണെങ്കിൽ ഇങ്ങനെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, ഖിബിലയിൽ നിന്ന് തെറ്റാതെ സാധാരണഗതിയിൽ ഇമാമ് നിൽക്കുന്ന ഇടത്തേക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ഇമാമിന്റെയും ഈ പിന്നിൽ നിൽക്കുന്ന പുറത്തു നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഇടപിരിഞ്ഞത് കൊണ്ട് പ്രശ്നമില്ല. റോഡോ അതുപോലെ തന്നെ റോഡ് സൈഡോ പീടികകളോ ഒക്കെയാണ് അപ്പുറത്ത്, അവിടെയൊക്കെ നിസ്കരിക്കാം. പക്ഷെ എന്ത് വേണം? ഇമാമിനെ കാണുന്നവരെ കാണാൻ പറ്റുന്ന നിലക്ക് വാതിൽ തുറന്നു വെച്ചിരിക്കണം. ഖിബിലയിൽ നിന്ന് തെറ്റാതെ സാധാരണഗതിയിൽ നടന്നുപോയി അങ്ങോട്ട് എത്താനുള്ള സൗകര്യവും ഉണ്ടായിരിക്കണം. അവിടെ അവസാനത്തെ സൊഫിന്റെയും ഈ പുറത്തു നിൽക്കുന്നവരുടെയും ഇടയിൽ 300 മുഴം അകലമില്ലാതിരുന്നാൽ മതി. അതിൽ താഴെയുള്ള അകൽച്ചയൊക്കെ ആണെങ്കിൽ തുടർച്ച സഹിയാവും. അതേ സമയത്ത് ഇടതുവശത്തോ വലതുവശത്തോ ആണെങ്കിൽ ഈ നിയമം അല്ല. പള്ളിയുടെ ബേക്കിലാണെങ്കിൽ പറഞ്ഞേക്ക് കാണും, വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് എങ്കിൽ സാധാരണഗതിയിൽ നടന്നു പോകാൻ തടസ്സമില്ലാത്ത സാഹചര്യവും ആണെങ്കിൽ ഇടക്ക് അവസാനത്തെ സൊഫിന്റെയും ഈ ബേക്കിൽ നിൽക്കുന്നവരുടെയും ഇടയിൽ 300 മുഴത്തിൽ കുറഞ്ഞ അകലമൊക്കെ ഉണ്ടായാൽ കുഴപ്പമില്ല തുടർച്ചക്ക്. അതേ സമയത്ത് ഇടതുവശത്തോ വലതുവശത്തോ ആണെങ്കിൽ
ഇമാമിനെ കാണുന്ന സൊഫുകളിൽപ്പെട്ട സൊഫ് ഈ പള്ളിയുടെ അവസാനത്തെ ഭാഗം വരെ ഇടതുവശത്തോ വലതുവശത്തോ വരെ നിൽക്കുക. പുറത്തു നിൽക്കുന്ന ആളുടെയും ഉള്ളിൽ നിൽക്കുന്ന ആളുടെയും ഇടയിൽ ഒരാൾക്ക് നിൽക്കാനുള്ള വിടവ് ഒഴിവുണ്ടെങ്കിൽ ആ തുടർച്ച സഹിയാവുന്നതല്ല. അതാ. അപ്പൊ ചേർന്ന് മുത്തസിലായി തന്നെ നിൽക്കണം. അപ്പൊ ചേർന്ന് മുത്തസിലായി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൊഫിൽ ഡോറ് തുറന്നു വെക്കുകയും ആ ഡോറിന്റെ നേരെയുള്ള സൊഫ് ലാസ്റ്റ് പള്ളിയിൽ ഫുള്ളായി നിൽക്കുകയും അതിനെ തൊട്ട് ചാരി പുറത്തൊരാൾ നിൽക്കുകയും ചെയ്യണം. എന്നിട്ട് തുടർന്ന് നിൽക്കാം. അവിടെ വിശാലമായി വീതിയുള്ള വാതിൽക്കട്ടിലോ ചുമരോ ആണ്. അവിടെ ഒരാൾക്ക് നിൽക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഒരാൾ നിൽക്കണം. അങ്ങനെയല്ലാതെ ഈ സൊഫുമായി മുത്തസിലാകാത്ത നിലക്ക് ഇടതുവശത്തോ വലതുവശത്തോ നിന്നാൽ ആ ഇടതുവശത്തും വലതുവശത്തും നിന്ന് നിസ്കരിക്കുന്നവരുടെ തുടർച്ച സഹിയാവുന്നതല്ല. ബേക്കിലാവുമ്പോൾ അത് പ്രശ്നമില്ല. കാണുകയും ചെന്നു ചേരാൻ പറ്റുകയും ചെയ്താൽ എന്ന രീതിയിലാണെങ്കിൽ 300 മുഴത്തിൽ കൂടാത്ത അകലമുണ്ടാവുന്നതുകൊണ്ട് വിരോധമില്ല. അപ്പൊ ബേക്കിലാവുമ്പോൾ ഇട ഉണ്ടായാലും തുടർച്ച ചെയ്യാവും. 300 മുഴത്തേക്കാൾ ഏറാഞ്ഞാൽ മതി. അതേസമയത്ത് ഇടതുവശത്തോ വലതുവശത്തോ ആണെങ്കിൽ സൊഫിനോട് ചേർന്ന് വരണം. ഇട ഒഴിവുണ്ടാവാൻ പാടില്ല. ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ പലപ്പോഴും ടൗണുകളിലെ ജുമാകളിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. ധാരാളം ആളുകൾ ഉണ്ടാവും, പള്ളി പരിമിതമായിരിക്കും. പള്ളി ആണെങ്കിൽ ഈ AC ഇടുന്നതുകൊണ്ട് വാതിലുകളൊക്കെ അടച്ചു നിൽക്കും. എന്നിട്ട് എത്തിയോലും എത്തുന്നോടത്ത് നിൽക്കും. നിസ്കാരം ചെയ്യാവില്ല, ജുമാ കിട്ടാതെ പോവും. അത് വളരെ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാവുന്നു. ഇന്നലെ പറഞ്ഞതാണ്. നിങ്ങൾ ചോദിച്ച ആള് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് കേട്ടില്ലായിരുന്നു. എല്ലാവരും കേട്ടോട്ടെ. ഇന്നലെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും കേൾക്കാമല്ലോ. ഓക്കെ. അസ്സലാമലൈക്കും ഉസ്താദ്. പിന്നെ നിസ്കാരത്തില് കൗലിയായ ഫർള് വർദ്ധിപ്പിച്ചാല് നിസ്കാരം ഇതിന്റെ വിധി എന്താണ്? ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് മാലിക് യൗമിദ്ദീൻ ഓതി പിന്നെ അത് ശരിയായില്ല തോന്നിയിട്ട് പിന്നെയും മാലിക് യൗമിദ്ദീൻ ഓതുക. അതുകൊണ്ട് തന്നെ അത്തയ്യാത്ത് ഓതിങ്ങാന് പകുതിയായിട്ട് പിന്നെയും അത്തയ്യാത്ത് തന്നെ തിരിച്ചോതുക. അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ വിധി എന്താണ് അറിയാൻ. അത് കുറച്ച് സ്ഥലമായിട്ടുള്ള പാഠം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ പാഠത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. കൗലിയായ ഫീൽ അധികരിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവില്ല. പക്ഷെ മനഃപൂർവ്വം ചെയ്യുന്നത് നല്ലതല്ല. സഹിയായിട്ടില്ല എന്ന് സംശയമുള്ളത് കൊണ്ടാണെങ്കിൽ ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. പക്ഷെ ഒസ്വാസ് എന്നുള്ള നിലക്കാണെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത്. അല്ല, ഞാൻ ഓതിയോർത്ത് ശരിയായിട്ടില്ല, അല്ല അക്ഷരേതോ വിട്ടുപോയി, അല്ലെങ്കിൽ മഹ്റജ് ശരിയായിട്ടില്ല എന്ന നിലക്കാണെങ്കിൽ ശരിയാക്കി ഓതൽ നിർബന്ധമാണ് താനും. അല്ലാതെ തന്നെ ആവർത്തിച്ച ഒരാൾ ഫാത്തി ഓതി, ഒരിക്കൽ ഫാത്തി ഓതി കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല, പിന്നെ ഓതി, അതുകൊണ്ട് നിസ്കാരത്തിന് ബാത്തിലാവുന്നില്ല. പ്രവൃത്തിയാണ്, കൗലിയല്ല. ഫീലിയായ ഫർദുകൾ അധികരിപ്പിക്കുമ്പോഴാണ് നിസ്കാരം ബാത്തിലാവുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത്. കൗലിയായ ഫീൽ അവതരിപ്പിക്കുമ്പോൾ ബാത്തിലാവുന്നില്ല. പക്ഷേ കാര്യമില്ലാതെ അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ചോദ്യം എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ആ സ്ത്രീക്ക്, ആ ദമ്പതിമാർക്ക് കുട്ടികളില്ലാത്ത കുറേ വർഷമായി. എന്നിട്ട് അജ്മീർ പോകാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കുകയും ചെയ്തു. എന്നിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് കുട്ടികളുണ്ടായത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഭർത്താവ് മരണപ്പെടുകയും ചെയ്തു. ഇപ്പോൾ കുട്ടികൾ എത്തിയ മക്കളാണ്. ഇപ്പോൾ ഈ സ്ത്രീക്ക് അജ്മീർ പോകാൻ നേർച്ച വെച്ചത് ഈ സ്ത്രീകൾക്കത് നിർബന്ധമാകുമോ എന്നാണ് ഉസ്താദ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നേർച്ച ആക്കുക എന്ന് പറയുന്ന സുന്നത്തായ അമലുകൾ ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുക്കല്ലഫായ മനുഷ്യൻ ചെയ്യാൻ വേണ്ടി സ്വയം ഏറ്റെടുത്ത് നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക. അമ്പിയാക്കന്മാര്, ഔലിയാക്കൾ, ശുഹദാക്കൾ,
ഉലമാക്കൾ പോലെയുള്ള മഹാത്മാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്കും സുന്നത്ത് തന്നെ. പുരുഷന്മാർക്ക് എല്ലാ ഖബറും സിയാറത്ത്, മുഅ്മിനീങ്ങളുടെ ഖബറൊക്കെ സിയാറത്ത് സുന്നത്താ. സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ സുന്നത്തില്ല. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റ് അമ്പിയാക്കള്, ഔലിയാക്കന്മാര്, ശുഹദാക്കള്, ഉലമാക്കൾ പോലെയുള്ള മഹാത്മാക്കളുടെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്തുണ്ട്. അപ്പൊ സുന്നത്തായ സിയാറത്ത് നേർച്ചയാക്കിയാൽ അത് ഫർളാവും. അപ്പോ ഭാര്യയും ഭർത്താവും കൂടി നേർച്ചയാക്കിയിരുന്നു, പക്ഷേ ഭർത്താവ് മരണപ്പെട്ടു പോയി. ഇനി ആ സ്ത്രീയും നേർച്ചയാക്കിയണല്ലോ, അവർക്ക് നിർബന്ധമാണ്. പക്ഷെ യാത്രയുടെ നിബന്ധനകളൊക്കെ പാലിക്കണം. അതായത് പൂർണ്ണമായും ഹിജാബ് പാലിച്ചുകൊണ്ടാവണം പോകേണ്ടത്. യാത്ര ചെയ്യുമ്പോൾ ഭർത്താവില്ലാത്തത് കൊണ്ട് മഹറമായ മക്കളോ ആങ്ങളമാരോ പോലെയുള്ള തൊട്ടാൽ വുദു മുറിയാത്ത കെട്ടുബന്ധം ഹറാമായ ഒരു മഹറമിന്റെ കൂടെ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ആ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് അവർക്ക് സിയാറത്ത് വുജൂബാണ്. കാരണം സുന്നത്തായ സിയാറത്ത് നേർച്ചയാക്കിയാൽ അത് വുജൂബാവും. പക്ഷെ വുജൂബാകണമെങ്കിൽ എന്ത് വേണം? ഈ നിബന്ധനകളൊക്കെ പാലിച്ചു കൊണ്ടുപോകണം, അല്ലാതെ പോകാൻ പാടില്ല. മഹറമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര പോകാൻ അന്യപുരുഷന്മാരുടെ കൂടെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെയോ ഒന്നും പോയിക്കൂടാ. മറിച്ച് ഒരുപക്ഷെ ഭർത്താവ് അതല്ലെങ്കിൽ മഹറം ഇങ്ങനെ ഉള്ളവരുടെ കൂടെ ഹിജാബ് പൂർണ്ണമായി പാലിച്ചുകൊണ്ട് പോകൽ വുജൂബാണ്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സാർ? വിസ്പിന് മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് എടുത്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണെന്ന് അറിയിക്കുന്നു. കീഷേർ ഉസ്താദ് വാങ്ങി വിളിക്കാൻ പോയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ആരും മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന് അറിയിക്കുന്നു. സാർ, എൻ്റെ ചോദ്യം, ഒരാൾ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് ജമാഅത്ത് നടക്കണം, നേരെ ഇമാമിൻ്റെ കൂടെ ജമാഅത്തിലേക്ക് തുടരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ തഹിയ്യത്തിൻ്റെ സുന്നത്തിൻ്റെ കൂലി കിട്ടുമോ ആ ജമാഅത്ത് തുടരുന്നതോട് കൂടി? അത് അല്ലെങ്കിൽ തഹിയ്യത്ത് പിന്നെ ഇരുന്നാൽ പിന്നെ അതിൻ്റെ ഇത് പോയല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യം. അതുപോലെ തന്നെ ഒരാൾ മഗ്‌രിബിന് പള്ളിയിൽ വരികയാണ്, നോമ്പ് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പെത്തി. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ആദ്യം ആ സമയത്ത് സുന്നത്ത് നിസ്കാരം അനുവദിക്കാത്ത സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് തഹിയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അപ്പോൾ പിന്നെ ജമാഅത്തിലേക്ക് തുടരുകയാണ്, ഇരിക്കാതെ കണ്ട് ജമാഅത്തിലേക്ക് തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് തഹിയ്യത്ത് കിട്ടും. അപ്പോൾ ഈ തഹിയ്യത്ത് നിസ്കാരത്തിൻ്റെ ഈ വിഷയത്തെ സംബന്ധിച്ചൊന്ന് ഉസ്താദ് ചെറുങ്ങനെ വിശദീകരിച്ചാൽ നോക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കുറെ ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അസീഖനെ ഇപ്പൊ കാണുക കുറെ ദിവസമായിട്ട്. എവിടെ പോയി? ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ച് എവിടെ പോയി ഈ മനുഷ്യനെ കാണാനില്ലല്ലോ. പണ്ട് കേരള യാത്രക്ക് തന്നെയാണ് നാട്ടിൽ പോയതാണ്, പിന്നെ ഇല്ലാണ്ടായോന്ന് കരുതി. മാഷാ അല്ലാഹ് നാട്ടിൽ നിന്ന് വന്നേക്കും കേട്ടോ. അതെ, നാട്ടിലായിരുന്നു, അതറിയാം. യാത്രക്ക് വേണ്ടി എന്റെ സമയത്ത് നാട്ടിൽ പോയിരുന്നു അറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും. ആകട്ടെ, തഹിയ്യത്ത് നിസ്കാരം ഏത് സമയത്തും സുന്നത്തുണ്ട്. നിസ്കാരം കറാഹത്താക്കപ്പെട്ട സമയത്തും നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ അസറിന്റെ ശേഷം മഗ്‌രിബിന്റെ മുമ്പുള്ള സമയത്ത് പള്ളിയിൽ കയറിയാലും തഹിയ്യത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. സുബഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിച്ച് 20 മിനിറ്റ് ആണതിന് മുമ്പ് പള്ളിയിൽ കയറിയാലും തഹിയ്യത്ത്. അതിന്റെ കാരണം എന്താ? കാരണം മുൻകടന്ന സുന്നത്ത് നിസ്കാരം ഏത് സമയത്ത് നിസ്കരിക്കാമെന്ന കാരണം മുൻകടന്ന അതാ പള്ളിയിൽ കയറുക എന്ന് പറയുന്ന കാരണം ആദ്യം ഉണ്ടായി, അതിന്റെ ശേഷമാണ് നിസ്കരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏത് സമയത്ത് കയറിയാലും നിസ്കരിക്കാം. പക്ഷേ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ പള്ളിയിൽ ചെന്നപ്പം ജമാഅത്തിന് ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കാനായിട്ടുണ്ട്. എന്നാൽ പിന്നെ അവിടെ കറാഹത്താണ്. അപ്പൊ പിന്നെന്താ? ഇരിക്കാതെ അവിടെ നിൽക്കുക. ഏതാണ്ട് ഇഖാമത്ത് കൊടുക്കാനായെന്ന് കണ്ടാൽ അവിടെ നിൽക്കുക. അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുത്തതാണെങ്കിൽ നേരെ ജമാഅത്തിൽ പങ്കെടുക്കുക. അവിടെ ഈ ഫർളാണെങ്കിലും അല്ലാത്ത നിസ്കാരമാണെങ്കിലും പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് ഒരു നിസ്കാരം വേണം എന്നതാണ് കൽപ്പന. ആ കൽപ്പന ഫർദ് നിസ്കരിക്കുന്നതുകൊണ്ട് വീടും മറ്റേതെങ്കിലും സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നത് കൊണ്ട് വീടും. അപ്പൊ ജമാഅത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിക്കൽ കറാഹത്താണ്. അപ്പോ ജമാഅത്ത് തുടങ്ങുകയോ തുടങ്ങാൻ അടുത്താവുകയോ ചെയ്താൽ പിന്നെ അവിടെ തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കാതെ കാത്തു നിൽക്കുക, എന്നിട്ട് ആ ജമാഅത്തിൽ പങ്കെടുക്കുക. എന്നാൽ ആ ജമാഅത്തിന്റെ കൂലിയും കിട്ടും, അതോടുകൂടി തഹിയ്യത്തിന്റെ കടമ വീടുകയും ചെയ്യും.
അതുപോലെ അസറിന്റെ ശേഷം മഗ്‌രിബിന്റെ ശേഷം അസറിന്റെ ശേഷം സുബഹിന്റെ ശേഷം പോലെയുള്ള സമയത്ത് പള്ളിയിൽ കയറിയാലും തഹിയ്യത്ത് സുന്നത്തുണ്ട്. കാരണം ഈ ഖറാഅത്തിന്റെ വഖത്ത് എന്ന് പറഞ്ഞത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ നിസ്കാരവും ഒന്നും ആ സമയത്ത് ഖറാഅത്തില്ല. ആ സമയത്ത് ഖറാഅത്തുള്ളത് മുത്ലഖ് സുന്നത്ത് നിസ്കാരങ്ങളാണ്. അഥവാ പ്രത്യേകം വഖത്തില്ലാത്തതോ പ്രത്യേകം കാരണം ഉണ്ടെങ്കിൽ പോലും പിന്തിയ കാരണമാണെങ്കിൽ അതും തീരെ കാരണമില്ലാത്തതും, ഈ 3 നിസ്കാരമാണ് പാടില്ലാത്തത്. അതേ സമയത്ത് വഖത്തുള്ള നിസ്കാരമാണെങ്കിൽ ആ വഖത്തിൽ നിസ്കരിക്കാം. അതല്ല പ്രത്യേക കാരണമുണ്ട്, കാരണം മുൻകടന്നാണെങ്കിൽ അതും നിസ്കരിക്കാം. അത് കാരണം മുൻകടന്നതാണ്. ഇന്ത്യ ശേഷം പ്രത്യേക കാരണം പ്രത്യേക വഖത്തും ഇല്ലാത്ത നിസ്കാരവും ആ സമയത്ത് പാടില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു ചോദ്യം വന്നിട്ടത്, അത് മിശ്ര വിവാഹം അനുവദനീയമാണോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് പിന്നെ സൗദിയിലൊക്കെ വ്യാപകമായിട്ട് അതുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. മിശ്ര ഇല്ലാത്ത തന്നെ കെട്ടാണ്ടല്ലോ, നല്ല ചൊഗുള്ളത്. ആരെയും കെട്ടിയാ പറയും ശരിയേ. എവിടെയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ അതുപോലെ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇവര് ഈ ഇതും ചെയ്യണ്ടല്ലേ, ഇത് മുത്താവിവാഹം. അതിനെന്തായിട്ടാണ് മുത്താവിവാഹം ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ മുരട്ടുന്ന് വന്നതാണ്. ഞാൻ ഇപ്പൊ ഇവിടുന്ന് പറയുന്നില്ല, ഇവിടെ ഇരുന്നുകൊണ്ട് വല്ലാതെ പറയാൻ വയ്യ. ഏതായാലും മുത്താവിവാഹം ചെയ്യുന്ന ടീമാണ് ഇവര്. ഒരാഴ്ചക്ക് വേണ്ടിയിട്ട്, ഒരു മാസത്തിന് വേണ്ടിയിട്ടൊക്കെ നിക്കാഹ് ചെയ്യുന്നുണ്ട്. അത് കരുതിയിട്ട് ഇപ്പൊ ഇസ്ലാമിലില്ല. ഷിയാക്കളുടെയും ആബികളുടെയും മത ഇസ്ലാമിലതില്ല എന്നതുപോലെ മിശ്ര വിവാഹം എന്നൊന്നും ഇല്ല. എന്നാൽ തീരെ ഇല്ല എന്ന് പറഞ്ഞും കൂടാ. അഹ്ലി കിതാബുകളിൽപ്പെട്ട, അതായത് തൗറാത്തിലോ ഇഞ്ചീലിലോ വിശ്വസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ തൗഹീദിൽ വിശ്വസിക്കുന്നുണ്ട്. അതോടുകൂടി ബനു ഇസ്രായേൽ വംശത്തിൽപ്പെട്ടവരാണെങ്കിൽ, യഹൂദി മതത്തിലാണ് വിശ്വസിക്കുന്നവരെങ്കിൽ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പ് അവരുടെ പൂർവ്വപിതാക്കൾ യഹൂദി മതം സ്വീകരിച്ചവരും, നസ്രാനിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ മുമ്പ് അവർ നസാറ മതത്തിൽ പ്രവേശിച്ചവരും ആണ്. തൗഹീദിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള യഹൂദികളെയും നസാറാക്കളെയും നിക്കാഹ് ചെയ്യൽ ജായിസാണ്. അതന്നെ മിശ്രം എന്ന് പറഞ്ഞാൽ, മിശ്രം എന്ന് പറഞ്ഞാൽ ഒരു ജാതിയും വേറൊരു ജാതിയും കൂടിയെന്ന്. അന്നെ ഇപ്പൊ മിശ്രം എന്ന് പറയുന്നത്, മിശ്രം എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിഞ്ഞു അല്ലേ. മിസിയറോ എന്താണ് മിസിയർ എന്ന് പറഞ്ഞാൽ? അതെനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് മിസിയാർ എന്ന് പറഞ്ഞ സാധനം? എന്താ മിശ്ര തന്നെ ഇപ്പൊ പറഞ്ഞെത്തിയിട്ടില്ല. അല്ലേ മിസിയാർ എന്താന്ന് തന്നെ എനിക്കറിയില്ല. എന്താ സാധനം എന്നാകും അറിയിച്ചില്ലേ? ചൊഗ്ഗിന് നല്ല മലപ്പുറത്ത് പോയിട്ട് നല്ല മാപ്പിള കുട്ടികളെ ഒന്ന് കെട്ടിക്കൊള്ളുന്ന ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ആവശ്യമില്ലാത്ത ഓരോന്നിന് നിൽക്കണ്ട. പിന്നെ കൂടാതെ കഴിയൂലെങ്കിൽ ഈ പറഞ്ഞേക്ക് തൗഹീദ് വിശ്വസിക്കുന്ന കിതാബിയത്തുകളിൽപ്പെട്ട ഈ നിബന്ധനത്വരുണ്ടെങ്കിൽ ഓരോ കെട്ടിക്കോട്ടെ. പക്ഷെ ആ ഒത്തുനിന്ന് ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ഇവിടെ ഇസ്രായേലിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും ചിലപ്പോൾ. കുറച്ചൊക്കെ ആ കൂട്ടത്തിൽ തൗഹീദ് വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ തൗഹീദ് വിശ്വസിക്കുന്നവരും ഇസ്രായേലി വംശജരും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പ് യഹൂദി മതം സ്വീകരിച്ചവരുമായ പാരമ്പര്യത്തിൽപ്പെട്ട പെണ്ണാണെങ്കിൽ യഹൂദിയത്തിനെ കെട്ട. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് നസാറ മതത്തിൽ വിശ്വസിച്ചവരായ നസറാനിയത്താണെങ്കിൽ മറ്റേ ഇസ്രായേലിയത്താണെങ്കിൽ അവരെയും കെട്ട. പക്ഷേ ഒരു ഷർത്തുണ്ട്, തൗഹീദ് വിശ്വസിച്ചിരിക്കണം. ഇപ്പോ ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്ന, യേശു ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിക്കുന്ന അഹ്ലി കിതാബികളെ കെട്ടാൻ പാടില്ല.
അള്ളൊരുവനാണെന്ന് വിശ്വസിക്കണം. പക്ഷേ അവരുടെ അടുത്തുള്ള കുറവ് ഇത് മാത്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചിട്ടില്ല എന്നുള്ള ഒറ്റക്കുറവ് മാത്രമാണ്. മറ്റു തൗഹീദും കാര്യമൊക്കെ. അല്ലാതെ മിസിയാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ ആ ചോദിച്ചോല് തന്നെ പറയണം. ഇവിടെ തിരിഞ്ഞു തന്നെ പറയാൻ സമയമല്ല, എന്നിട്ടല്ലേ തിരിയാത്ത്. അതിപ്പോ എനിക്കും തിരിഞ്ഞിട്ടില്ല. ഞാൻ വന്ന ചോദ്യം പറഞ്ഞതാണ്. പിന്നെ ചെറുപ്പുസ്തകം ചിലപ്പോ തിരിഞ്ഞു വരും. ചെറുപ്പുസ്തകം അടിച്ചിരുന്നു. മിസ്രിയ അല്ല മിസ്സിയാറാണ്. ഏതായാലും ഞാൻ വിട്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അബൂ ഉസ്താദേ, ഈ മിസിയാർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പിന്നെ ചെലവ് കൊടുക്കാതെ, ചെലവ് ഞാൻ തരൂല എന്ന് ഷർത്ത് വെച്ചുകൊണ്ടുള്ള നിക്കാഹ്. ചെലവ് തരൂല അഥവാ ഭാര്യക്ക് ചെലവിന് കൊടുക്കൂല എന്ന് ഷർത്ത് വെച്ചുകൊണ്ടുള്ള നിക്കാഹാണ് മിസിയാർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. തെറ്റ്. അല്ല, എന്റെ കട്ടായോ? കേട്ടിട്ടില്ല. ഇവിടെ നിക്കാഹ് മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ ചെലവ് പിന്നെ കൊടുക്കൂല എന്ന് ഷർത്ത് വെച്ച് പിന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതിനാണ് മിസിയാർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഉസ്താദ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. ആദ്യം കേൾക്കുക, അങ്ങനെ കേട്ടിട്ടില്ല. മിസിയാർ അങ്ങനെ ഉണ്ടായിക്കും. നമ്മളെ നാട്ടിലൊന്നും ഏതായാലും ഇല്ല. നമ്മളിപ്പോ കാക്കാത്തിയാളെ കേട്ടുമ്പോ അങ്ങനെയൊന്നും കിട്ടൂല. അത് ചെലവിന് കൊടുക്കേണ്ടി വരും. ചെലവ് കൊടുക്കുക എന്ന് പറയുന്നത് നിക്കാഹിൽ മൂലം നിർബന്ധമാകുന്ന കാര്യമാണ്. മനസ്സിലായോ? നിക്കാഹ് കഴിഞ്ഞെങ്കില്, അതുപോലെ തന്നെ തസ്ലീമും, നിക്കാഹും തസ്ലീമും കഴിഞ്ഞെങ്കിലേ ചെലവ് നിർബന്ധമാകുന്നുള്ളൂ. നിക്കാഹ് കഴിയുന്നത് കൊണ്ട് തന്നെ മഹർ നിർബന്ധമാകും. തസ്ലീമ് കൊണ്ടാണ് ചെലവ് കൊടുക്കൽ നിർബന്ധമാവുന്നത്. പിന്നീട് നിർബന്ധമാകാൻ പോകുന്ന ഒരു കാര്യത്തെ ഷർത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഏത് അഖ്ദും ബാത്തിലാണ്. അത് എല്ലാം കൂടി ഒന്നല്ല. അതേസമയം പിന്നീട് നിർബന്ധമാകാൻ പോകുന്ന ഒരു കാര്യം, ആ കാര്യം ഞാൻ ബാധ്യസ്ഥനാവില്ല എന്ന ഷർത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു അഖ്ദും സഹിയല്ല, ബാത്തില. അതേ സമയത്ത് നിക്കാഹ് ചെയ്തു, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ഒരു മുക്കല്ലഫത്തായ മുഖ്താറത്തായ ഒരു സ്ത്രീയാണ്. അവൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം? ഇയാളുമായിട്ട് കരാർ ചെയ്യാം. എനിക്ക് ചെലവ് തരേണ്ടതില്ല, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ചെലവ് തരൂല, നിനക്ക് തൃപ്തിയാണോ എന്നൊക്കെ ചെയ്യാം. പക്ഷെ നിക്കാഹിന്റെ മുമ്പ് അങ്ങനെ ഒരു ഷർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നിക്കാഹ് ഷാഫി മദ്ഹബിലില്ല. അതിന്റെ തന്നെയല്ല, അഖദിന്റെ ബാബിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വുജൂബായതല്ലാത്ത പിന്നീട് വുജൂബാകാൻ പോകുന്ന ഒരു കാര്യത്തെ നിബന്ധന വെച്ചുകൊണ്ട് ഉള്ള അഖദ് ബാത്തിലാണ്. അതിൽപ്പെട്ടതാണ് ഇപ്പൊ നിക്കാഹിന്റെ സമയത്ത് ഷർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ, നിക്കാഹിന്റെ സമയത്ത് ഓൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമില്ലല്ലോ. നിക്കാഹ് കഴിഞ്ഞാലും ചെലവ് കൊടുക്കുന്ന നിർബന്ധമാകുന്നില്ല. അവിടെയാണ് മനസ്സിലാകുന്നത്. നിക്കാഹ് കഴിഞ്ഞിട്ട് തസ്ലീം എന്ന് പറഞ്ഞാൽ വീട് കൂടുക എന്നാണ് അതിന് പറയാ. ഈ ഭാര്യയെ വീട് കൂടുമ്പോഴാണ് അവൾക്ക് ചെലവ് കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, പാർപ്പിടം കൊടുക്കുക എന്ന നിബന്ധന വരുന്നത്. ഇത് നേരത്തെ തന്നെ ഞാൻ ബാധ്യസ്ഥനാവില്ല എന്ന് നിബന്ധന വെച്ചുകൊണ്ട് നടക്കുന്ന നിക്കാഹ് സഹിയല്ല. അതേസമയത്ത് നിക്കാഹ് സാധാരണ പോലെ കഴിഞ്ഞു, പിന്നീട് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുക്കല്ലഫത്തായ മുഖ്താറത്തായ ഒരു സ്ത്രീ, അവരും ഭർത്താവും തമ്മിൽ കരാർ ചെയ്യുന്നു. മറ്റു ഭാര്യമാര് അവിടെ ഞാൻ നിശ്ചിത ദിവസം പോകുമ്പോൾ നിന്റെ അവിടെ ഇത്ര ദിവസമേ വരുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സമയത്തേ വരുള്ളൂ, എനിക്കത് സമ്മതാണ്. അതല്ലെങ്കിൽ നിനക്ക് ഞാൻ ചെലവിന് തരില്ല, അതാ എനിക്കത് സമ്മതാണ്. അല്ലെങ്കിൽ നിനക്ക് താമസ സൗകര്യം ഞാൻ ചെയ്തു തരില്ല, അതെനിക്ക് സമ്മതാണ്. എന്നിങ്ങനെ
അവർ തമ്മിൽ പിന്നീട് ഇടപാട് ചെയ്താൽ അതൊക്കെയാണ്. മനസ്സിലായില്ലേ? അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നടന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവളുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ കൊടുക്കൽ ഫർളായി. ഫർളായ കാര്യം മുക്കല്ലഫായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ശ്രേഷ്ഠപ്രകാരമുള്ള മുഖ്താറത്തായ ഒരു സ്ത്രീക്ക് വേണമെന്ന് വെക്കാനും വേണ്ടെന്ന് വെക്കാനും അവകാശമുണ്ട്. അങ്ങനെ ഭർത്താവും തമ്മിൽ അത് ഈ നിക്കാഹിന്റെ സമയത്ത് വെക്കാൻ പറ്റൂല. അങ്ങനെ വെച്ചുകൊണ്ടുള്ള നിക്കാഹ് സഹിയും അല്ല. ഓക്കെ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉസ്താദേ, ഇവിടെ റമദാനിൽ 11 റക്അത്ത് തറാവീഹ് നിസ്കരിക്കലാണ്. ആ ഇമാമിനെ തുടർന്ന് നല്ലതോ അല്ലെങ്കിൽ റൂമിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നത് നല്ലതാണോ? ഉസ്താദ് പറഞ്ഞാൽ നല്ലതാണ്. റമദാനിന് ഇനിയുണ്ടല്ലോ ഒരു മാസത്തിലധികം. ഏതായാലും ആട്ടെ, ഇയാള് 11 റക്അത്ത് തന്നെ ഉള്ളൂ തറാവീഹ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അയാളോട് തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരം തന്നെ സഹിയല്ല. ഒറ്റക്ക് നിസ്കരിക്കുക, അല്ലെങ്കിൽ വേറെ ആളെ കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അതേ സമയത്ത് ഈ ഇമാമ് തറാവീഹ് നിസ്കാരം 20 തന്നെയാണ് സുന്നത്ത് എന്ന് വിശ്വസിക്കുകയും അതോടുകൂടി അവിടുത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് 11 നിസ്കരിക്കുകയും ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞാൽ അയാളോട് തുടരുന്നതുകൊണ്ട് വിരോധമില്ല. അയാള് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് നിസ്കരിക്കാം, അതിന് കുഴപ്പമില്ല. അതെ, ആകെ തന്നെ 8, 3, 11 ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അയാളെ നിസ്കാരം തന്നെ സഹിയല്ല. ആ നിസ്കാരം തന്നെ സഹിയല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു തറാവീഹ് ഇല്ല. അപ്പൊ അയാളോട് തുടരാൻ പാടില്ല. എന്നാൽ 8 നിസ്കരിക്കുക, 8, 3, 11 നിസ്കരിക്കുന്ന എല്ലാ ഇമാമിങ്ങളും 8, 3 ആണ് സുന്നത്തെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, അവരുടെ ചില പ്രത്യേക സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ട് അങ്ങനെ നിസ്കരിക്കുന്നു. അവരോട് വ്യക്തിപരമായി ബന്ധപ്പെട്ടാൽ അവരും പറയാ 20 റക്അത്താണ് തറാവീഹ് നിസ്കരിക്കൽ സുന്നത്ത് വിത്റും. പക്ഷേ ഇവിടുത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് ഞാൻ ഇങ്ങനെ 8, 3 നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞാൽ അയാളോട് തുടരുന്നതിനോട് കേടില്ല, ബാക്കിയുള്ളത് നമുക്ക് വേറെ നിസ്കരിക്കാം. അപ്പൊ ആള് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. 8 ഉള്ളൂ എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, 8, 3 ഉള്ളൂ എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ആ നിസ്കാരം തന്നെ ബാത്തിലാണ്. അങ്ങനെ ഒരു തറാവീഹ് ഇസ്ലാമിലില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എൻ്റെ സംശയം വിഷയത്തിൽ ബന്ധപ്പെട്ടല്ല. ഇപ്പോൾ മൃഗങ്ങളെ പാല് ശരിക്ക് അവയുടെ കുട്ടികൾക്കുള്ള ഭക്ഷണമായിട്ടാണ് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ആ പാല് കറന്നെടുക്കുന്നത് മൃഗങ്ങളുടെ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയല്ലേ? അപ്പൊ ഈ പശുവിന്റെയും ഒട്ടകത്തിന്റെയും മറ്റേ ആടിന്റെ ഒക്കെ പാല് കറന്നെടുത്ത് കുടിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അത് ഇസ്ലാമികമായിട്ട് ശരിയാണോ? ഒന്ന് അറിഞ്ഞാൽ തെറ്റല്ല. അസ്സലാമു അലൈക്കും. അത് ഇസ്ലാമികമായിട്ട് ശരിയല്ല. ഖുർആന്റെ നസ്സിനെതിരാണ്. ഏതോ വിവരമില്ലാത്ത ജാഹിലായിരിക്കുന്ന വഹാബി മതം തലയെ കയറിയ ചില പ്രകൃതി ചികിത്സക്കാര് പറഞ്ഞു നടക്കുന്ന അബദ്ധമാണത്. പ്രകൃതി ചികിത്സ എന്ന് പറയും ചെയ്യും. തലയും പാലില്ല, ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല, പട്ട ജാഹില്. മൃഗങ്ങളുടെ പാല് അവയുടെ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയാണെന്ന് ഏത് ഖുർആനിലാണ് ഇതിൽ പറഞ്ഞത്? ഖുർആൻ വളരെ നസ്സായിട്ട് മൃഗങ്ങളെ നമുക്ക് തന്നതിന്റെ ആവശ്യം ഒന്നിലധികം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഷറാബൻ സായിറൻ ശറാബുഹു മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിറൻ ലിശാരിബീൻ. അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾ എണ്ണി പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, രക്തത്തിന്റെയും അതുപോലെ തന്നെ അവയുടെ കാഷ്ടത്തിന്റെയും ഇടയിലൂടെ ശുദ്ധമായ രക്തത്തിന്റെയോ മലത്തിന്റെയോ യാതൊരു കലർപ്പുമില്ലാത്ത പരിശുദ്ധമായ പാൽ നാം പുറപ്പെടുവിച്ചു തരുന്നു. ലബനൻ ഖാലിസൻ, അതോ കലർപ്പില്ലാത്ത ശുദ്ധമായ പാല്. സായിറൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് വളരെ സുഖകരമായ സന്തോഷകരമായ പാല്.
ആളുകൾക്ക് സുഖകരമായി സന്തോഷകരമായി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടുവിച്ചു തന്നു അള്ളാ പറയാ. പിന്നെ ലോകം തിരിയാത്ത കൂപ്പമണ്ടൂകങ്ങളായ ചില പ്രകൃതിവാദികൾ, പ്രകൃതി ചികിത്സക്കാർ എന്നാ അവർ പറയണത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വലിയൊരു ഡോക്ടർ ഉണ്ട് എന്ന് അറിഞ്ഞുകാണ്ട് പരക്ക ക്ലാസ്സും പരിപാടിയും ഒക്കെ ആയിട്ട് ഇയാള് പ്രകൃതി ചികിത്സകനാ. ഇയാള് വലിയൊരു പരിപാടി വെച്ച് ഒന്നും തിരിയാത്ത ജാഹിലായ ഞാനും പോയി നിന്നെയൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെ ഈ പ്രസംഗം ഇങ്ങനെ വന്ന് പറഞ്ഞ് ഈ പ്രകൃതി വന്നാൽ ചികിത്സന്റെ ആവശ്യം തന്നെ വരൂല, ഇസ്ലാമിന്റെ നിയമപ്രകാരം ജീവിച്ചാൽ ഒരു ചികിത്സയും വേണ്ടി വരും. ഞാൻ ആകെ 2 ഇസ്കാല് ചോദിച്ചു. അതിന് അയാൾ മറുപടി പറഞ്ഞിട്ടില്ല. ഉസ്താദിനെ പിന്നെയും കാണണം, നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. കാരണം ഇതൊന്നും ആരും ചോദിക്കാതെ എന്നിട്ട് പോലും ഇങ്ങനെ കേട്ട് പോവുക കുറച്ച് പോയത്തക്കാരെ കിട്ടിയിട്ടാണ്. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാന കാലത്ത് നിരന്തരം ഒന്നിന്റെ പുറകെ ഒന്നായി രോഗങ്ങൾ ബാധിച്ചുകൊണ്ടിരുന്നു എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ ലോക പ്രശസ്ത സാഹിത്യകാരിയായി എണ്ണപ്പെടുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രിയാണ്. അതോടുകൂടി ഇസ്ലാമിനെ പറ്റിയും ഖുർആനും സുന്നത്തും ആഴത്തിലറിയും. അതിലും എനിക്ക് അത്ഭുതമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ്. പക്ഷേ നിങ്ങൾ വിദഗ്ധയായ ഒരു ഡോക്ടറാണല്ലോ, ഇത് നിങ്ങൾ എവിടുന്ന് സ്വായത്തമാക്കി വൈദ്യശാസ്ത്രം എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാന കാലമായപ്പോൾ നിരന്തരം ഒന്നിന്റെ പുറകെ ഒന്നായി രോഗങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നിട്ടും പല രാജാക്കന്മാരുടെയും പ്രത്യേക ഡോക്ടർമാർ മദീനയിൽ വരികയും ഈ രോഗത്തിന് അവർ പ്രത്യേകം മരുന്നുകൾ നിർദ്ദേശിക്കുകയും ചെയ്യുമായിരുന്നു. ആ മരുന്നുകൾ പാകപ്പെടുത്തി കൊടുത്തിരുന്നത് ഞാനാണ്. അങ്ങനെയാണ് ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ചത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും നിരന്തരം രോഗം ബാധിച്ചിരുന്നു. സഹാബാക്കളിൽ പലർക്കും രോഗം ബാധിച്ചിരുന്നു. അവരൊക്കെ ഇസ്ലാമിന്റെ 100% ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പകർത്തിയവരാണ്. പ്രകൃതി നിയമത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാത്തവരാണ്. എന്നിട്ട് പ്രകൃതി നിയമപ്രകാരം ജീവിച്ചാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹിനെ ചോദ്യം ചെയ്യുന്നതല്ലേ. അതൊക്കെ ജാഹിലിയ്യത്തിന്റെ ഈ പെട്ട ഓരോ പ്രസംഗത്തിൽ കേട്ടിട്ട് ഞാനും പണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇയാള് ഒരു 3 കാസറ്റ് കൊണ്ടുവന്നു, ഇതൊന്ന് കേട്ടു നോക്കിയ ഉസ്താദയാണ്. അപ്പൊ എന്നെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്ന അയാൾ ഇപ്പൊ കുറേ പറയുണ്ടായാലും മരുന്ന് എരു പുളി മറ്റ് മറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അതൊക്കെ നല്ല കാര്യമാണെന്നത് ഇങ്ങനെ കേട്ടിക്കണതിൻ്റെ ഇടയിൽ കേട്ടു പാല് നമ്മൾ കുടിക്കാൻ പാടില്ല, മോര് തീരെയും പാടില്ല. കാരണം എന്താ, പാല് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൊടുത്തതല്ലേ, അത് നമുക്ക് എടുക്കുന്ന അക്രമല്ലേ, അത് ചെയ്യാൻ പാടില്ല. പിന്നെ മോര്, പാല് കേടുന്നതല്ലേ മോര്, എന്തായാലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇത് രണ്ടും നസ്സിനെതിരാണ്. മോര് ഹദീസുകളിലൊക്കെ പരാമർശിക്കപ്പെട്ട ഒരു കൂട്ടാനായിട്ടും അതുപോലെ തന്നെ ഭക്ഷ്യ വിഭവമായിട്ടും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചതായിട്ടും വന്നിട്ടുണ്ട്. ഖുർആനിൽ തന്നെ പാല് മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പുറപ്പെടുവിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പൊ ജാഹിലിയങ്ങൾ പറയുന്നത് ചൂട് ഓർക്കേണ്ടതില്ല, ഖുർആന്റെ എതിരാണ് ആ വാദം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എനിക്ക് ഇന്നത്തെ വിഷയത്തെ കുറിച്ചാണ്. ഈ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഇതെല്ലാം ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട ആളുകൾ മരണപ്പെടാനാണ്, അല്ലെങ്കിൽ അവർ മരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്നത് എന്ന് ജാഹിലിയ കാലത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ കാണുന്നു. അതിനെക്കുറിച്ച് ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഞാൻ മൈക്കിൽ വിളിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജാഹിലിയ വിശ്വാസത്തിന്റെ ചില അവശിഷ്ടങ്ങൾ അവിടവിടങ്ങൾ ശേഷിക്കുന്നതിൽപ്പെട്ടതാണ് അത്. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ഇബ്രാഹിം എന്നവർ, എല്ലാവർക്കും ചെറിയ മോൻ, വഫാത്തായ ദിവസം പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടായി. മദീന ശരീഫ് സൂര്യഗ്രഹണം എത്രത്തോളം അത് ഹദീസിൽ കാണാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ വഫാത്തായ ദിവസമുണ്ടായ ഗ്രഹണത്തിൽ നക്ഷത്രങ്ങൾ വെളിവാകുകയും ശരിക്കും രാത്രിയിലുള്ളതുപോലെ ഒരു തണുപ്പ് കാറ്റടിക്കുകയും രാജ്യം ആകമാനം ഇരുൾ മുറ്റുകയും ചെയ്തു. എന്നിട്ട് പൂർണ്ണ സൂര്യഗ്രഹണമായിരുന്നു അർത്ഥം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം ദുഃഖിതനാണ്. കാരണം
അവസാനമായി തനിക്ക് കിട്ടിയ ഒരു വല്ലാത്ത മോന് തന്നെ തനി പകർപ്പായിരുന്ന ഈ മോന് 2 വയസ്സ് തികയുന്നതിന് മുമ്പ് മരണപ്പെട്ടു. അത് അവിടത്തെ ബാധിച്ച വലിയൊരു ദുഃഖമായിരുന്നു, ഒരു ആഘാതമായിരുന്നു. എന്നിട്ടും ജനങ്ങൾ പറയാൻ തുടങ്ങി, ആണ്ടോ വലിയ കാര്യമായ ആളുകൾ ജനിക്കുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഗ്രഹണം ഉണ്ടായത്. ഇന്നത്തെ ഈ ഗ്രഹണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രൻ ഇബ്രാഹിം എന്നവർ വഫാത്തായതുകൊണ്ടാണ് ഉണ്ടായത് എന്ന് ചില സഹാബാക്കള് അവർ വിവരമില്ലാതെ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഈ വിവരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഗ്രഹണസ്കാരാനന്തരം നടന്ന ഖുതുബയിൽ വളരെ ഗൗരവമായിട്ട് പറയുകയുണ്ടായി, ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാഹ് ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഅഹയാതിഹി വഇന്നഹുമാ ആയത്താനി യുഖവ്വിഫു ബിഹിമല്ലാഹു ഇബാദഹു ഫഇദാ റഅയ്തുമുഹും. നിങ്ങൾ ഈ സൂര്യൻ എന്നതും ചന്ദ്രനും എന്നതൊക്കെ അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ മേൽ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്. അത് ആരെങ്കിലും ജനിച്ചതിനോ ആരെങ്കിലും മരിച്ചതിനോ ഒരിക്കലും ഗ്രഹണം ബാധിക്കുകയില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് അവന്റെ മഹത്തായ ഖുദ്റത്ത് അറിയിക്കാൻ വേണ്ടിയിട്ട് ദൃഷ്ടാന്തമായി കാണിക്കുന്നതാണ്. അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാനും അവന്റെ മുന്നിൽ നിസ്കരിക്കാനും അവനോട് പ്രാർത്ഥിക്കാനും നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ആ ഖുതുബയിൽ പ്രത്യേകം പറഞ്ഞു. മുതലെടുപ്പുകാർക്ക് നല്ലൊരു മുതലെടുപ്പിന്റെ സമയമാണ്. എന്റെ കുട്ടി മരിച്ചിട്ടാണ്, ഇപ്പൊ എന്റെ കുട്ടി അത്ര വലിയ ആളാണ് എന്ന് ചമയ. പക്ഷേ ഹക്ക് പഠിപ്പിക്കാമെന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ജനങ്ങൾക്ക് സത്യം പഠിപ്പിച്ചു കൊടുക്കാതെ. അപ്പോൾ ഏതൊരാളും ജനിച്ചത് കൊണ്ടോ മരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിച്ചത് കൊണ്ടോ അല്ല ഗ്രഹണം സൂര്യനും ചന്ദ്രനും ബാധിക്കുന്നത്. മറിച്ച് അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ ഖുദ്റത്തിന്റെയും അവന്റെ സൃഷ്ടി സംവിധാനത്തിന്റെയും മേൽ അറിയിക്കുന്ന വലിയ ഒരു ദൃഷ്ടാന്തമാണ്. അതിൽ മാറ്റങ്ങൾ കാണുമ്പോൾ അഥവാ ഗ്രഹണം ബാധിച്ച് കാണുമ്പോൾ അള്ളാഹുവിനോട് അടുക്കാനും അവനോട് പ്രാർത്ഥിക്കാനും അവന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യാനും, അങ്ങനെയാണല്ലോ എപ്പോഴും സത്യവിശ്വാസി അള്ളാഹുവിലേക്ക് അടുക്കുക. അത് ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോഴും അള്ളാഹുവിലുള്ള വിശ്വാസം കൂടുതൽ ദൃഢമാകാനും അള്ളാഹുവിന്റെ ഇബാദത്തിൽ കൂടുതൽ മുഴുകാനും അത് സഹായകമാകുക. ഇത് വളരെ വ്യക്തമായി ധാരാളം ഹദീസുകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരാളുടെയും മരണവും ജനനവുമായി ബന്ധപ്പെട്ട് ഗ്രഹണം ഉണ്ടാവുകയില്ല. അത് അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ മേൽ അറിയിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കടാച്ചിറ മൈക്കെടുക്കാത്തതുകൊണ്ട് അടുത്താണ്. ഉസ്താദെ, ഇന്നലെ കീശേരി ചോദിച്ചതിൻ്റെ ഒരു സംശയത്തിൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല ഉസ്താദെ. അതായത് പെണ്ണുങ്ങൾക്ക് 5 or 6 ദിവസം ഹൈദുണ്ടായി, പിന്നീട് രക്തം മുറിഞ്ഞു. ചിലപ്പോൾ 2 or 3 ദിവസം കഴിഞ്ഞ് വീണ്ടും രക്തം കാണാറുണ്ട്, ചിലപ്പോൾ കാണാറില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ 6 ദിവസം കഴിഞ്ഞ് രക്തം കണ്ടതിന് ശേഷം മുറിഞ്ഞതിന് ശേഷമുള്ള ഉടനെ നിസ്കാരം നോമ്പ് പോലെയുള്ളത് പിന്നെ അവൾ ആരംഭിക്കണമോ, അതല്ല വീണ്ടും ഒരു 3 ദിവസമോ കാത്ത് ഉറപ്പായതിൻ്റെ ശേഷമാണോ നിസ്കാരം നിർവഹിക്കേണ്ടത്? അതുകൂടി ഉസ്താദ് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഉസ്താദ് ഇന്നലെ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്കത് വ്യക്തമായി മനസ്സിലായിട്ടില്ല. ഇതൊരു സംഭവം ഇവിടുത്തെ ഫാമിലി കുടുംബങ്ങളും കൂടി ചോദിച്ചതാണ്. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും. അതൊക്കെ ഇന്നലെ വ്യക്തമായി പറഞ്ഞല്ലോ ആലുരാജ്യെ. ഇന്ന് വേറെയും ചോദിച്ചതാണെങ്കിൽ നമ്മൾ ഇനിയും പറയാം, അതിന് കേടില്ല. ഇന്നലത്തെ ചോദ്യത്തിന് ഇന്നലെ എന്നെ ശരിക്കും ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. 6 or 7 ദിവസം ഒരു സ്ത്രീക്ക് മെൻസസ് കണ്ടു, അതിന്റെ ശേഷം ശുദ്ധി വന്നു. ശുദ്ധി വന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധി പോലെ തോന്നിയാൽ പോരാ, ശുദ്ധി എന്ന് ഉറപ്പുവരുത്തണം. അതിന് പാട്, അതല്ലെങ്കിൽ പഞ്ഞി വസ്ത്രം, അതല്ലെങ്കിൽ കോട്ടൺ ഈ മുൻദ്വാരത്തിന് അല്പം ഉള്ളിലായി കുറെ സമയം വെച്ച് അത് പുറത്തെടുത്ത് നോക്കുമ്പോൾ രക്തത്തിന്റെ യാതൊരു കലർപ്പും ഈ കോട്ടണിൽ അല്ലെങ്കിൽ ഈ പാടിൽ കാണുന്നില്ല. അങ്ങനെ ശുദ്ധിയായെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ കുളിച്ച് ശുദ്ധിയായി നിസ്കാരാദി കർമ്മങ്ങളൊക്കെ അവൾ നിർവഹിക്കണം.
അങ്ങനെ നിർവഹിച്ചു വന്നുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചില രക്തത്തിന്റെ അടയാളം കണ്ടു. ഉടനെ നിസ്കാരാദി കാര്യങ്ങൾ നിർത്തിവെക്കുക. പിന്നീട് 1-2 ദിവസം ഇങ്ങനെ കുറേശ്ശെ അല്പാൽപമായി രക്തത്തിന്റെ അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും അപ്പം എന്താക്കുക, ഹൈളാണെന്ന് കരുതിയിട്ട് നിസ്കാരമൊക്കെ നിർത്തിവെക്കുക. പിന്നെ ശുദ്ധിയായാൽ രണ്ടാമത് വീണ്ടും കുളിച്ച് ശുദ്ധിയാവുക. എന്നാൽ ഇങ്ങനെ വരുമല്ലോ എന്ന നിലക്ക് ഈ ശുദ്ധി കണ്ടാൽ ഇനി മടങ്ങി വരുമോ എന്ന് കാത്തു നിൽക്കാൻ ഒരിക്കലും പാടില്ല. ഉടനെ കുളിച്ച് ശുദ്ധിയായി നിസ്കാരവും അതുപോലെയുള്ള അമലുകളും ഒക്കെ ചെയ്യാൻ തുടങ്ങണം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വീണ്ടും രക്തം കാണുകയാണെങ്കിൽ നിർത്തിവെക്കേണ്ടതാണ്. അല്ലാതെ അങ്ങനെ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാൻ പാടുള്ളതല്ല. രക്തം മുറിഞ്ഞ് ശുദ്ധിയായി കണ്ടാൽ ഉടനെ കുളിച്ച് നിസ്കാരാദി കാര്യങ്ങൾ നിർവഹിക്കൽ നിർബന്ധമാണ്. ഇടയ്ക്ക് ഞാൻ നിന്നതുപോലെ തോന്നിയാൽ പോരാ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം രക്തം ഇങ്ങനെ ഇല്ലെങ്കിൽ പോലും രക്തത്തിന്റെ ചെറിയൊരു പശർമ എന്ന് പറയും, അതിന്റെ ചെറിയ ഒരു അടയാളം അസർ ഉണ്ടെങ്കിൽ ശുദ്ധി വന്നിട്ടില്ല. അത് അറിയാൻ വേണ്ടിയിട്ടാണ് നല്ല വൃത്തിയുള്ള കോട്ടൺ പഞ്ഞി, അതല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഈ കോട്ടൺ തുണി, അതും അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന സൈസ് പാട്, അത് വെച്ച് നോക്കുക. കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് പുറത്തെടുത്ത് നോക്കുമ്പോൾ രക്തത്തിന്റെ യാതൊരു അടയാളവും ഈ കോട്ടണിൽ കാണുന്നില്ല. എന്നാൽ ശുദ്ധി വന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാക്കിയത്. ഉടനെ കുളിച്ച് നിസ്കരിക്കുക, ഭർത്താവുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്യുക. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും രക്തത്തിന്റെ അടയാളം കണ്ടാൽ ഉടനെ നിർത്തിവെക്കണം. 15 ദിവസത്തിന്റെ അപ്പുറം പോകാത്തതിൻ്റെ ഉള്ളിൽ എപ്പോൾ ശുദ്ധി വന്നാലും ഇതൊക്കെ ഹൈളായിരുന്നു എന്ന് വരും. അപ്പൊ പിന്നെ ചോദ്യം വീണ്ടും കിടക്കുന്നത്, ഈ ആദ്യം ശുദ്ധി കണ്ടോടെ മുതൽ ഇനി മടങ്ങി വരുമോ എന്ന് കാക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാൻ പാടില്ല. ശുദ്ധി കണ്ടാൽ ഉടനെ കുളിച്ച് നിസ്കാരാദി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങണം. പിന്നെ രക്തം കാണുമ്പോൾ നിർത്തിവെക്കുകയാണ് വേണ്ടത്. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കാവോ ഉസ്താദ്? നേരത്തെ പറഞ്ഞു ഈ ജുമുഅ നിസ്കാരം പള്ളിന്റെ പുറത്ത് നിന്ന് നിസ്കരിക്കുമ്പോൾ നിസ്കാരം പിന്നെ ജമാഅത്ത് ശരിയാവൂല. അപ്പൊ ജുമുഅ അങ്ങനെ മുമ്പ് നിസ്കരിച്ചു പോയ ജുമുഅ ഇനി എന്താ ചെയ്യാൻ പറ്റുക? അതുപോലെ മറ്റുള്ള ജുമുഅ അല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ അത് ജമാഅത്ത് മാത്രമാണോ ശരിയാവുക, അല്ലെ നിസ്കാരം മൊത്തത്തിൽ ശരിയാവുണ്ടാവോ, മടക്കി നിസ്കരിക്കേണ്ടി വരുമോ അറിയാൻ വേണ്ടിട്ട്. വാതിലടച്ചിട്ടുകൊണ്ട് പുറത്തുനിന്ന് നിസ്കരിക്കുന്നവരുടെ ജുമാ നിസ്കാരം സഹിയാവുകയില്ല. നിസ്കാരം തന്നെ സഹിയാവില്ല, മടക്കി നിസ്കരിക്കേണ്ടതാണ്. അടച്ചിട്ടുകൊണ്ടുള്ള വാതിലിന്റെ ഇപ്പൊ ഈ AC സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ അടച്ചിടുന്നത്. അങ്ങനെ വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ പുറത്തു നിസ്കരിച്ചാൽ ആ നിസ്കാരം ജുമായാണെങ്കിൽ തീരെ സഹിഹല്ല. കാരണം എന്താ, ജുമായിൽ ജമാഅത്ത് ഷർത്താണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ജുമാകളെല്ലാം മടക്കി നിസ്കരിക്കേണ്ടതാണ്. ഇനി അതിന്റെ വിശദമായ ഭാഗങ്ങൾ ജമാഅത്തിനെ സംബന്ധിച്ച് നമുക്ക് വരാനിരിക്കുന്നു അടുത്ത് തന്നെ. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് ജമാഅത്തിലേക്ക് വരും. കൂടുതൽ വിശദീകരണം ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തുണ്ടാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും ഉസ്താദ്. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ജുമയൊക്കെ എത്തിക്കഴിഞ്ഞാല് ചിലപ്പോ നേരം വൈകി എത്തിക്കഴിഞ്ഞാൽ ഖത്തീബ് മിമ്പറുമെന്ന് ഓതുമ്പോ ഫസ്റ്റില് നമ്മള് തയ്യത്താണോ ആദ്യം നിസ്കരിക്കേണ്ടത്? ഇമാമ് കുത്തുബ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാല് ഫസ്റ്റില് നമ്മൾ നിസ്കരിക്കേണ്ടത് സുന്നത്താണോ അല്ലെങ്കിൽ തയ്യാണോ? ഇമാമ് ഖുതുബക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ കയറിയ വ്യക്തികൾ തഹിയ്യത്ത് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ, മറ്റൊരു നിസ്കാരവും ഇനി നിസ്കരിക്കാൻ പാടില്ല. ഖുതുബയിൽ ഇമാമ് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ നിസ്കാരവും ഹറാമാണ്, തഹിയ്യത്തല്ലാത്ത. ഒരാള് കയറി വന്നപ്പോൾ ഇമാമ് ഖുതുബക്ക് എഴുന്നേറ്റാണ്, ഖുതുബ തുടങ്ങിയാണ്, എന്നാൽ തഹിയ്യത്ത് 2 റക്അത്ത് നിസ്കരിക്കാം. അതല്ലാത്ത ജുമാന്റെ മുകളിലോ സുന്നത്തസ്കാരോ അല്ലെങ്കിൽ സുബി കളായിട്ടുണ്ടെങ്കിൽ ആ കളാ വീട്ടലോ തുടങ്ങി ഒന്നും നിസ്കരിക്കാൻ പാടില്ല. ആകെ അവിടെ സുന്നത്താക്കപ്പെടുന്നത് തഹിയ്യത്ത് മാത്രമാവുന്നു.
വേഗം 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഖുത്ബ തുടങ്ങിയതിന് ശേഷം നമ്മൾ താമസിച്ചാണ് എത്തിപ്പോയത്, ഖുത്ബ തുടങ്ങിയതിന് ശേഷമാണ് എത്തുന്നത് എങ്കിൽ അവിടെ തഹിയ്യത്ത് നിസ്കരിക്കാം, അത് സുന്നത്ത് തന്നെ, അത് വേഗം നിസ്കരിക്കുക. മറ്റൊരു നിസ്കാരവും ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. എന്താണ് മുകളിലുള്ള ആള് മൈക്ക് എടുക്കണമെങ്കിൽ അയാളെ താഴെ ഇറക്കി വെച്ചിട്ട് അടുത്ത ആൾ എടുത്തോളി, സമയമില്ല, വാങ്ങിപ്പോ കൊടുക്കും. അല്ല ഉസ്താദെ, ചില പള്ളികളിൽ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടല്ലോ, ചില പള്ളികളിൽ ജനൽ തുറന്നിട്ടിട്ട് കാണുന്നുണ്ട്. ആ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവും. ചില പള്ളികളിൽ പിന്നെ വാതിൽ തുറക്കുക, ജനൽ മാത്രം തുറന്നിട്ടിട്ട്, അല്ലെങ്കിൽ ഗ്ലാസ്സിലെ ജനലാണെങ്കിലോ അത് ശരിയാവോ, ജുമാ ശരിയാവോ? അതുകൂടി ഒന്ന് അറിയണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇമാമിനെ കാണുന്ന സൊഫുവിനെയോ കാണുകയും വേണം. സാധാരണഗതിയിൽ ഇമാമിന്റെ അടുത്തേക്ക് ചെന്ന് ചേരാൻ പറ്റുകയും വേണം. ഈ 2 നിബന്ധന ഉണ്ട് പുറത്താവുമ്പോൾ. ഇമാമ് അകത്തും മൗമൂമ് പുറത്തും ആവുമ്പം ഇമാമിനെയോ ഇമാമിനെ കാണുന്ന സൊഫുകളിൽപ്പെട്ട ചില സൊഫുകളിൽ നിന്ന് ചിലരെയോ കാണുകയും വേണം. സാധാരണഗതിയിൽ ഖിബ്ലയിൽ നിന്നിട്ട് തെറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും അല്ലാതെ നേരെ സാധാരണഗതിയിൽ ഇമാമ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു ചേരാൻ സൗകര്യപ്പെടുകയും വേണം. അതിന് തടസ്സം വന്നാൽ തുടർച്ച ചെയ്യാവുന്നതല്ല. ഓക്കെ. മറ്റെടുക്കാത്തടുത്ത് ഓരോ ചോദ്യം കൂടി. ഇന്നലെ അടുത്ത ക്ലാസ്സിൽ മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എത്ര റക്അത്ത് നിസ്കരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ സംശയം വന്നത്, അങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്ന പോലെ 2 റക്അത്ത്, ഒരാള് 20 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 10 റക്അത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ചാൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുകയാണോ വേണ്ടത്, അതിൽ ഒന്നായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം നമ്മൾക്ക് കിട്ടും. എന്താ ശരിയാ, മൈക്ക് കിട്ടണില്ലല്ലോ. മൈക്ക് കിട്ടണില്ല, കൊറേ മെനക്കെടേണ്ടി വന്നു കയറാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്നലെ ദർസ് നടത്തിയപ്പോ എവിടെ എനിക്ക് ശരി ഉണ്ടായിന്, അവർക്ക് അവിടെ തന്നെ പറഞ്ഞണല്ലോ. ഒരാള് 20 ആക്കണ്ട, 200 റക്അത്ത് നിസ്കരിക്കാൻ കരുതി കിട്ടിക്കോ. എന്നാല് ഈ 2 റക്അത്തായിട്ട് നിസ്കരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഒന്നായിട്ട് ഒറ്റ നിയ്യത്തിൽ തന്നെ ഒറ്റ തക്ബീറത്തിൽ ഇറാൻ കെട്ടിയിട്ട് ലാശടത്തയ്യാത്തോതി സലാം വീട്ടുകയും ആവാം. പക്ഷെ നല്ലത് ഈ 2 റക്അത്തായിട്ട് നിസ്കരിക്കലാണ്. ജായിസാന്ന് എങ്ങനെയാവാം? 10 റക്അത്ത് ഒന്നായിട്ട് തക്ബീർ കിട്ടുമ്പോൾ 10 റക്അത്ത് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്ത്, അങ്ങനെ 10ാമത്തെ റക്അത്തിന്റെ തയ്യാത്തോതി സലാം വീട്ടി, അതും കണക്കാണ്. ഇനി അല്ലെങ്കിൽ 20 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്ത് തക്ബീർ കിട്ടി 20ാമത്തെ റക്അത്തിലെ തയ്യാത്തോതി സലാം വീട്ടി, അങ്ങനെയാവാം. പക്ഷെ നല്ലത് ഈ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും നിസ്കരിച്ചു, അങ്ങനെയാണ് ഉത്തമം. ഓക്കെ. അസ്സലാമലൈക്കും. എൻ്റെ ഒരു സംശയം, ഒരാളൊരു മാസത്തിനപ്പുറത്തേക്ക് കണക്ക് കൂട്ടിയിട്ട് ഒരു കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് പറയുകയും അത് സാധിച്ചു കൊടുക്കാൻ കഴിയാണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നുണയാണോ? അത് ഏത് വകുപ്പിലാണ് അതിനെ ഉൾപ്പെടുത്താൻ പറ്റുക?
ഒരു മാസം കഴിഞ്ഞിട്ടൊരു കാര്യം ചെയ്തു തരാം എന്നൊരാളോട് വാക്ക് കൊടുത്തിരുന്നു. പിന്നീട് അത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് വാദന്റെ വകുപ്പിലാ വരിക, കളവിന്റെ വകുപ്പിലല്ല. വാദ, അതായത് വാഗ്ദത്വം, ഒരാളുമായി വാഗ്ദത്വം ചെയ്ത് വാഗ്ദാനം ചെയ്യുക എന്നതിന് വാദ എന്നാ പറയാ. ഈ വാദ ചെയ്താൽ പ്രത്യേകം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ അത് പൂർത്തിയാക്കൽ വളരെ ബലപ്പെട്ട സുന്നത്താണ്. ഇനി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരല്ല, അത് കളവിന്റെ പട്ടികയിൽ ഏതായാലും വരുന്നില്ല. വാദയുടെ ഔഫൂബിൽ അള്ളാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ട് വാദകൾ പൂർത്തിയാക്കി വീട്ടണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്. പൂർത്തിയാക്കൽ സംഗതി വശാൽ സാധിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവൂല, കളവാവൂല. വാഗ്ദത്ത ലംഘനമാകുമോ എന്ന് ചോദിച്ചാൽ മനഃപൂർവ്വമാണെങ്കിൽ വാഗ്ദത്ത ലംഘനാണ്, എന്നാൽ അത് നല്ലതല്ല. മനഃപൂർവ്വം അല്ലെങ്കിൽ അവന്റെ അടുക്കൽ കുറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ കളവ് പറഞ്ഞവനാവുകയോ വാഗ്ദത്തം ലംഘിച്ചവനാവുകയോ ഇല്ല. മനഃപൂർവ്വമാണെങ്കിൽ വാഗ്ദത്തം ലംഘിക്കലാണ്, നല്ലതല്ല. അസ്സലാമലൈക്കും. ഇതെന്താ? അസ്സലാമലൈക്കും, കേൾക്കുന്നുണ്ടാ? ഹലോ ഉസ്താദെ, ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട ആളുടെ അവയവം മറ്റൊരാൾക്ക്, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ദാനം ചെയ്യാൻ പറ്റുമോ? അതിന് ഒന്ന് വിശദീകരിച്ചാൽ. അസ്സലാമലൈക്കും. ചോന്ന സഹോദര, നിങ്ങള് മൈക്ക് ക്ലിക്ക് ചെയ്ത് എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നേരത്തെ ക്ലിക്ക് ചെയ്ത് അവിടെ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം, എന്നാലേ മൈക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടുന്ന് സംസാരിക്കുന്നതൊക്കെ അവിടെ കേൾക്കും, നമ്മക്കൊട്ട് മൈക്ക് കിട്ടുകയില്ല. അത് അറിയാതെ പറ്റിപ്പോയതായിരിക്കും. മേലിൽ അത് ശ്രദ്ധിക്കുക. നമ്മുടെ ചോദ്യം കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി, എന്നാ മൈക്ക് പോയിക്കോളൂ. അല്ലെങ്കിൽ മൈക്ക് നിങ്ങളെ കയ്യിൽ തന്നെ ആയിരിക്കും. ചോദ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞ് അകപ്പത്തിന് വിട്ടുപോയല്ലോ. ശബ്ദം കുറവ് തന്നെ. ഇനി എന്നാലും ആട്ടെ. അല്ല, പിന്നെ ശബ്ദം ആദ്യത്തിലേ ശബ്ദം കുറവുള്ളൂ, പിന്നെ കേട്ടണം. അവയവദാനം അല്ലേ? അവയവദാനം ചെയ്യണമെങ്കിൽ അവനാൻ ഉടമ്പുള്ള സാധനമല്ലേ വേറൊരാൾക്ക് ദാനം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നമുക്ക് ഉടമയില്ല, നമുക്ക് ഉപയോഗത്തിന് അനുവാദമാണ്. നമുക്കത് ഉപയോഗിക്കാനുള്ള അനുവാദം മാത്രമേ അല്ലാഹു തആല തന്നിട്ടുള്ളൂ. അത് നമുക്ക് മിൽക്ക് ഉടമയില്ല. ഉടമയില്ലാത്തൊരു സാധനം മറ്റൊരാൾക്ക് വിൽക്കാനോ ദാനം ചെയ്യാനോ പാടുള്ളതല്ല. അപ്പോ അവയവം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്ന സംവിധാനം ഇസ്ലാമിൽ ഇല്ല. എന്നാൽ രക്തം ദാനം ചെയ്യാം. രക്തം വിൽക്കാൻ പാടില്ല, എങ്കിലും രക്തം ദാനം ചെയ്യാം. അതിന്റെ കാരണം രക്തം വീണ്ടും ഉണ്ടാവുമല്ലോ. മരിച്ചതിന് ശേഷം നല്ല മരിച്ചതിന് ശേഷം പിന്നെ അയാൾക്ക് ദാനം ചെയ്യാൻ കഴിയുമോ? മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ദാനം ചെയ്യാൻ കഴിയുമോ? ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അനന്തരാവകാശികൾക്ക്, കുടുംബങ്ങൾക്ക് അയാളുടെ അവയവം ദാനം ചെയ്യാൻ പറ്റുമോന്ന്. അങ്ങനെയാണോ? അതിന് പേരും പാടില്ല. മറ്റൊരാളെ മയ്യത്തിന്റെ ദാനം ചെയ്യാൻ ജീവിച്ചിരിക്കുന്നവർക്ക് എങ്ങനെ അധികാരം? ദാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഇസ്ലാമിൽ എന്തില്ല. മരിച്ച ആളുകളുടെ അവയവം ആയാലും വേണ്ടില്ല, ജീവിച്ചിരിക്കുന്ന ആളുടെ അവയവമാണെങ്കിലും വേണ്ടില്ല, ദാനം ചെയ്യാനുള്ള സംവിധാനം ഇസ്ലാമിലില്ല. എന്നാൽ ദാനം ചെയ്യുന്നില്ലെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാതെ വരികയും ഈ മരണപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിന്റെ ചില പ്രത്യേക അവയവങ്ങൾ മാറ്റിവെച്ചാൽ അത് മുഖേന ഈ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ സാധ്യമാകും എന്ന് മിക്കവാറും ധാരണയുണ്ടാവുകയും ചെയ്താൽ
അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ അവയവം മാറ്റിവെക്കാവുന്നതാണ്. അത് വകുപ്പ് വേറെയാണ്. ദാനം ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത് വകുപ്പ് വേറെയാണ്. ദാനം ചെയ്യണമെങ്കിൽ അവനവന്റെ ഉടമയിലുള്ള സാധനങ്ങളെ ദാനം ചെയ്യാൻ പാടുള്ളൂ. ആ ഉടമ മയ്യത്തിനുമില്ല, മയ്യത്തിന്റെ ബന്ധുക്കൾക്കും ഇവരുടെ അവയവങ്ങൾ കൈകാര്യം ചെയ്യാൻ ക്രിയം ചെയ്യാനുള്ള ഉടമയില്ല. അതുകൊണ്ടത് ദാനം ചെയ്യാനും പറ്റില്ല. എങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഈ മരണപ്പെട്ട വ്യക്തിയുടെ അവയവം കൊണ്ട് സാധിക്കും എന്ന് കണ്ടാൽ വേറൊന്നതിന് പകരം വെക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ മാറ്റിവെക്കാവുന്നതാണ്. ദാനം ചെയ്യാൻ പറ്റില്ല. അസ്സലാമലൈക്കും. ഉസ്താദ്, സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണല്ലോ. അപ്പോൾ പല്ല് സ്വർണം കൊണ്ട് പല്ല് വെട്ടിക്കുന്നത് കെട്ടിനിൽക്കുന്നതിൻ്റെ വിധി എന്താണെന്ന് അറിഞ്ഞത്. അസ്സലാമലൈക്കും. സ്വർണം ധരിക്കൽ പുരുഷന്മാർക്ക് പൊതുവെ ഹറാമാണ്. എന്നാൽ ശരീരാവയവങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അവയവത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ വെക്കാൻ പറ്റുമെങ്കിൽ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ വെക്കൽ ജായിസാണ്. പല്ല്, മൂക്ക്, വിരലിന്റെ കൊടിപ്പ് പോലെയുള്ളത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ വെക്കൽ ഹലാലാണ്. അത് ആഭരണത്തിന്റെ വകുപ്പിൽപ്പെട്ടതല്ല. മറിച്ച് ശരീരത്തിന്റെ അവയവം എന്ന് പറയുന്നത് സ്വർണത്തെക്കാളും വെള്ളിയെക്കാളും ഒക്കെ വിലയേറിയതും മഹത്തായതുമാണ്. അത് നഷ്ടപ്പെട്ടപ്പോൾ അതിന് പകരം വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്രദമാവുന്ന നിലക്ക് പല്ല് വെച്ചു, അതല്ലെങ്കിൽ മൂക്ക് വെച്ചു, അല്ലെങ്കിൽ വിരലിന്റെ കൊടിപ്പ് വെച്ചു. എന്നാൽ അത് ജായിസാണ്. നഷ്ടപ്പെട്ടതിന് പകരമായിട്ടില്ലെങ്കിൽ പോലും ഉപയോഗിക്കാമെന്ന നിലക്ക്. എന്നാൽ ഒരു വിരൽ ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു കൈപ്പത്തി ഫുള്ളായിട്ട് പോലത്തത് പാടില്ല. കാരണം അത് ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെയാണ് കണക്ക്. പല്ല് വെച്ചാൽ പല്ല് ഉപയോഗിക്കാൻ പറ്റും. മൂക്ക് വെച്ചാൽ മൂക്കിന്റെ ഉപയോഗവും സൗന്ദര്യവും ലഭിക്കും. വിരലിന്റെ കെണിപ്പ് തുഞ്ചം പോയാൽ അവിടേക്ക് വെക്കുക, അത് ഉപയോഗപ്പെടാൻ കഴിയും. അതനുസരിച്ച് വിരൽ ഒന്നിച്ചായാൽ അതിന്റെ ഉപയോഗം നടക്കൂല. അപ്പൊ അങ്ങനെ ഉപയോഗപ്രദമായ നിലക്ക് വിരൽ കൊടിപ്പ്, പല്ല്, മൂക്ക് പോലത്തത് സ്വർണം കൊണ്ട് വെക്കൽ ഹലാലാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതാ. സഹാബാക്കളിൽപ്പെട്ട ഒരു മഹാനവറുകളുടെ മൂക്ക് ഒരു യുദ്ധത്തിൽ മുറിഞ്ഞുപോയി. അത് വല്ലാത്ത അസൗകര്യമായപ്പം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, വെള്ളി കൊണ്ട് മൂക്ക് വെച്ചു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വെള്ളി കൊണ്ട് മൂക്ക് വെച്ചു. പക്ഷേ അത് പഴുപ്പ് വന്നു. വെള്ളി കൊണ്ട് മൂക്ക് വെച്ചപ്പം പഴുപ്പ് വന്നു. പഴുപ്പ് വന്ന വിഷമമായപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അത് മാറ്റിയിട്ട് സ്വർണം കൊണ്ട് മൂക്ക് വെച്ചോളാൻ പറഞ്ഞു. അതോടുകൂടി പഴുപ്പ് പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ വെക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പല്ലും വിരലിന്റെ കെണിപ്പും. ഹലോ സുഹൃത്തുക്കളെ, മൈക്ക് പോകുന്നുണ്ട്. ഉസ്താദെ, ഒന്ന് അതിന്റെ ലാസ്റ്റ് നമ്മുടെ ഇന്ന് മൗലിദിന് ദുആ ചെയ്തിട്ടുണ്ട്. ഇസ്മായിൽ സഖാഫി കക്കിഞ്ച മരണപ്പെട്ടത്. പിന്നെ മദീന ദേവാ കോളേജ് മുദരിസും ഖത്തീബുമായ BH ഇസ്മായിൽ സഖാഫി കക്കിഞ്ച 32 വയസ്സുള്ള ഒരു സഖാഫി മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ലാസ്റ്റ് ഒന്ന് ദുആയിൽ ഉൾപ്പെടുത്തുക. മൈക്ക് വിടുന്ന ചോദ്യകർത്താക്കന്മാർ മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരാളുടെ സംശയമോ, ദുബായില് പിന്നെ 2 തട്ടായിട്ടാണ് പള്ളികളൊക്കെ ഉള്ളത് ജുമയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ. അപ്പൊ മുകളിൽ ഇമാമും താഴെ മമൂമിങ്ങളായിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ പരസ്പരം കാണാനുള്ള വഴിയില്ല എന്നാ പറയുന്നിട്ട്. അപ്പൊ ആ നിസ്കാരം ജുമ ചെയ്യാവോ അല്ല എന്ന് ചോദിക്കാണ്. രണ്ടു കൂട്ടരും പള്ളിയിലല്ലേ? പള്ളി തന്നെയാണല്ലോ അല്ലെ? മുകളിലും താഴെയായിട്ട് നിസ്കരിക്കുന്നു, മുകളിലും താഴെയായിട്ട് നിസ്കരിക്കുന്നു. രണ്ടും പള്ളിയാണ്. താഴെ നിന്ന് മുകളിലേക്ക് കയറാനും മുകളിൽ നിന്നിട്ട് താഴെയിലേക്ക് ഇറങ്ങാനും പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് കോടിയുണ്ടോ? എങ്കിൽ ഇമാമിന്റെ ശബ്ദം കേട്ടാലും മതി, കാണണം എന്ന് ഷർത്തില്ല. നാലാലും നിനക്ക് അറിഞ്ഞാൽ മതി. ഒരുപക്ഷെ ഇമാമിനെ കാണുക, അതല്ലെങ്കിൽ ഇമാമിനെ കാണുന്നവരെ കാണുക, അതല്ലെങ്കിൽ ഇമാമിനെ കേൾക്കുക, അതല്ലെങ്കിൽ ഇമാമിന്റെ
ശബ്ദം കേൾപ്പിക്കുന്ന മുബല്ലിഗിന്റെ ശബ്ദം കേൾക്കുക, ഈ നാലാരും നിലക്ക് അറിഞ്ഞാൽ മതി. പക്ഷേ ഒരു ഷർത്തുണ്ട്, പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് വഴി വേണം. അതായത് മുകളിൽ നിന്നിട്ട് താഴേക്കും താഴെ മുകളിലേക്കും കയറാനും ഇറങ്ങാനും കോവണി ഉണ്ടാകുന്നത് പള്ളിയിൽ നിന്ന് പള്ളിയിലേക്കായിരിക്കണം. പുറത്ത് താഴ്വരയിൽ നിന്നോ മറ്റോ വെച്ചാൽ ആ തുടർച്ച ശരിയാവില്ല. കോണി പള്ളിയിൽ നിന്ന് തന്നെയാണ്, അകത്തുനിന്ന് പള്ളിയിൽ നിന്ന് മോൾക്ക് കോണി വെച്ചു, അപ്പൊ ആ കോണിമ കൂടെ മോൾക്ക് കയറാനും പറ്റും, മോളിന്ന് താഴത്തേക്ക് ഇറങ്ങാനും പറ്റും എങ്കിൽ അവിടെ തുടരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം രണ്ടാളും പള്ളിയിലായതുകൊണ്ട്. അതേസമയത്ത് കോണി പള്ളിയിൽ നിന്ന് പള്ളിക്ക് അല്ലെങ്കിൽ തുടരാൻ പറ്റൂല. അസ്സലാമു അലൈക്കും അത് നേരത്തെ പറഞ്ഞ മസലയോട് ചേർത്ത് ജീവൻ അപകടമാവും എന്ന് വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഇപ്പൊ ഉദാഹരണം ഒരു കിഡ്നി കൊണ്ട് ഒരാൾക്ക് ജീവൻ അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ ഒരു കിഡ്നി മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുണ്ടോ എന്നുകൂടി അത് ഒന്ന് വ്യക്തമാക്കി തന്നെങ്കിൽ നന്നായിരുന്നു. പാടില്ല. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കിഡ്നി എടുത്തുകൊണ്ട് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കൽ ഹറാം. ഒരളവും ആ വിഷയത്തിലില്ല. അപ്പൊ രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിന്നൊന്നല്ലേ കൊടുത്തത്, അത് പറയാൻ പറ്റൂല. ഈ രണ്ടാമത് വെറുതെ വെച്ചതല്ല അല്ലാഹു തആല. ഒന്നിന് തകരാറ് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായി രണ്ടാമത്തത് പ്രവർത്തിക്കും. അതിനു വേണ്ടിയിട്ട് തന്റെ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അല്ലാഹു തആല കരുതൽ സ്റ്റോക്ക് എന്ന നിലക്ക് സൃഷ്ടിച്ചു വെച്ചതാണ്. അത് മറ്റൊരാൾക്ക് ദാനം ചെയ്യാനോ വിൽക്കാനോ പാടില്ല, ഹറാമാണ്. പലരും ചെയ്യുന്നുള്ളതൊക്കെ നിവൃത്തിയില്ലല്ലോ. ചെയ്യാൻ പാടില്ലാത്തതും ആളുകൾ പലതും ചെയ്യുന്നുണ്ടല്ലോ, അതിൽപ്പെട്ടതാണ്. ജീവിച്ചിരിക്കാതെ ചിലപ്പോ ഉമ്മക്കാരും മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ, അതല്ലെങ്കിൽ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭാര്യ ഒക്കെയാണ് ഇക്കാരം കൊടുക്കുന്നത്. എന്നാലും ഹറാമാണ്. ജീവനുള്ള ഒരാളുടെ ദേഹത്തിൽ നിന്നും കിഡ്നി പോലെയുള്ള അവയവങ്ങൾ എടുത്ത് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനാണെങ്കിലും കൊടുക്കാൻ പാടില്ല. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക്കത്തി, നിങ്ങൾ സ്വയം പോയി ഹലാക്കിൽ ചാടരുത് എന്ന് അല്ലാഹു തആല വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട്. മരണം സംഭവിച്ച ഒരാളുടെ കിഡ്നി ഉണ്ട്, അതെടുത്തു വെക്കാൻ പറ്റും. അത് വെച്ചാൽ ഉപകാരപ്പെടും എന്ന് കണ്ടാൽ അങ്ങനെ വെക്കാവുന്നതാണ്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ കിഡ്നി മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കലും, അത് വിലക്കാണെങ്കിലും അല്ലാതെയാണെങ്കിലും കൊടുക്കൽ ഹറാമാണ്, പാടില്ല. ഓക്കെ, ബാങ്കിനായി. അസ്സലാമു അലൈക്കും. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ടെസ്റ്റ് അടിക്കൂ. ഓക്കെ. ഉസ്താദിൻ്റെ ചോദ്യം, ഒരാഴ്ച മുമ്പ് ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൻ്റെ മറുപടി കേൾക്കുന്നുമ്പോട്ടായി ഞാൻ DC ആയി. പിന്നെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ചോദ്യം, ഇത്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ആള് രണ്ട് കൈ നിലത്ത് വെച്ചിട്ടാണോ സുജൂദിലേക്ക് പോകേണ്ടത്, അത് രണ്ട് കാൽമുട്ട് നിലത്ത് വെച്ചിട്ടാണോ സുജൂദിലേക്ക് പോകേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ചില ആളുകൾ മുട്ടോട് കൂടി ചെല്ലുമ്പോൾ ഭയങ്കര ശബ്ദത്തോടു കൂടിയാണ് ആ മുട്ട് കുത്തിയിട്ട് സുജൂദിലേക്ക് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ രൂപം? കൈ കുത്തിയിട്ടാണോ പോകേണ്ടത്, അത് മുട്ട് കുത്തിയിട്ടാണോ പോകേണ്ടത് എന്നുള്ള ഒരു വിശദീകരണം തന്നാൽ വളരെ ഉപകാരപ്രദമായിരുന്നു. നമുക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. മുമ്പ് പറഞ്ഞതാണ്, നിങ്ങളന്ന് കേട്ടില്ല എന്നതിന് നിവൃത്തിയില്ല. മുട്ട് ആണ് ആദ്യം വെക്കേണ്ടത്. മുട്ട് വെച്ചതിന് ശേഷം പിന്നീടാണ് കൈവെക്കേണ്ടത്. എന്നിട്ടാണ് നെറ്റിമൂക്കും ഒന്നിച്ചു വെക്കേണ്ടത്. അപ്പോൾ പറഞ്ഞേക്ക് ചില ആളുകൾ ഈ ആദ്യം കാലുമുട്ട് വെക്കാൻ വേണ്ടി പോകുമ്പോൾ വലിയ ശബ്ദത്തിൽ ഇട്ടും നിറഞ്ഞിട്ട് ചെന്നിട്ട് കാലുമുട്ട് മുട്ടുക. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രായോഗികമായൊരു ഉപദേശം അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പോഴും ഉണർത്താം. അതായത്
സുജൂദിലേക്ക് പോകുമ്പോൾ ഈ കാൽമുട്ട് ആദ്യം കുത്തുമ്പോൾ ശക്തിയായി പതിക്കാതിരിക്കാൻ സാവകാശം പോകാൻ കൈ രണ്ടും കാലിന്റെ തുടകളിൽ ഊന്നുകൊടുത്തുകൊണ്ട് പോയാൽ വളരെ സാവകാശം കൊണ്ടുപോയി കാൽമുട്ട് നിലത്ത് വെക്കാവുന്നതാണ്. അങ്ങനെ വെച്ചതിന് ശേഷം ഈ കാലിന്റെ തുടയിൽ നിന്നും കൈ എടുത്തുകൊണ്ട് ചുമലുകളുടെ നേരെ വെക്കുകയും എന്നിട്ട് ആ കൈകൾക്കിടയിൽ നെറ്റിയും മൂക്കും വെച്ച് സുജൂദ് ചെയ്യുകയും ചെയ്യുകയാണ് സുന്നത്തായ രീതി. മറിച്ച് ചെയ്താൽ ഹറാമില്ലെങ്കിലും സുന്നത്തായ രീതിയുടെ വിപരീതമാണ് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതായി സഹിയായ ഹദീസിൽ സ്ഥിരപ്പെട്ടതുകൊണ്ട് ഇത് കറാഹത്തുമാണ്. ആദ്യം കൈവച്ച് പിന്നെ കാൽമുട്ട് വെക്കുന്ന രീതി കറാഹത്തായതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതായി ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം കാൽമുട്ട് വെക്കണം. ആ കാൽമുട്ട് ശക്തിയായി ചെന്ന് മുട്ടാതിരിക്കാൻ സുജൂദിലേക്ക് നാം കുനിയുന്ന സമയത്ത് കൈ രണ്ടും കാലിന്റെ തുടകളിൽ ഊന്നു കൊടുത്തുകൊണ്ട് പോയാൽ സാവകാശം ചെന്ന് കാൽമുട്ട് വെക്കാം. എന്നിട്ട് ഈ കാലിന്റെ തുടയിൽ നിന്നിട്ടും കൈ എടുത്ത് ചുമലുകൾക്ക് നേരെയായി കൈ വെക്കുകയും എന്നിട്ട് ആ കൈകൾക്കിടയിലായി നെറ്റിയും മൂക്കും വെച്ച് സുജൂദ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ്. അത് മുമ്പ് പറഞ്ഞതാണ്. ഇനി സമയം ഇല്ല, ആളുകൾ കുറച്ചുകൂടി ഉണ്ട്. ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ തുടരും. ബാങ്കിനായതുകൊണ്ട് നിർത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞ് ഇവിടെ നമ്മൾ ദുആ എന്നാണെങ്കിലും ചെറുപ്പക്കാരനായ ഇസ്മായിൽ സഖാഫി, BH ഇസ്മായിൽ സഖാഫി എന്ന സുഹൃത്ത്, പണ്ഡിതനും ഒരു മുദരിസും ഒക്കെ ആയിരുന്ന മഹാനവർകള് മരണപ്പെട്ടു. 32 വയസ്സായിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ ആഖിറം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. മാനുഷികമായി ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളോ വീഴ്ചകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് ഹഖ് ജാഹ് കൊണ്ടും ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും റബ്ബിനെ ലിഖാ കാണാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ലായ ഫള് കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തെ കൂടി ജീവിക്കാൻ ആവശ്യമായ ഹലാലായ ഐശ്വര്യം തന്ന് അവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചയക്കാൻ ഉള്ള മാർഗം അല്ലാഹു തആല എളുപ്പത്തിൽ സാധിപ്പിക്കുമാറേ. സ്ത്രീകൾക്ക് പ്രായപ്രസവം അല്ലാഹു നൽകുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു തആല റഹ്മുറാഹിമായ രാജസീതായ തമ്പുരാനെ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, സ്നേഹജനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, അവരുടെ ആഖിറം നീ സന്തോഷമാക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സാദാത്യങ്ങൾ, ഞങ്ങളുടെ ഉലമാക്കന്മാര്, നേതാക്കന്മാര്, സംഘടനാ പ്രവർത്തകന്മാർ, സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെയും നീ വിജയിപ്പിക്കണേ അല്ലാ. അതിനുവേണ്ടി സഹായിക്കുകയും അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നതും മുഴുവൻ ആളുകൾക്കും ഖൈറും ബറക്കത്തും ഇസ്സത്തും ആഫിയത്തും സലാമത്തും നൽകണേ പടച്ചവനെ. അർഹമുറാഹിമായ റബ്ബേ, മരണം ഖൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ ഓർമ്മയോടുകൂടി അക്കടപാടുകൾ വീട്ടി വസിയത്ത് പറഞ്ഞ് തൗബ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് ഹുസ്നുൽ ഖാത്തിമത്തോടെ ഒത്തുതന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖബറിടം ഞങ്ങളുടെ നീ വെളിച്ചമാക്കി വിശാലമാക്കി സ്വർഗ്ഗത്തോപ്പാക്കി തന്നെ അല്ലാഹ് റഹ്മാനെ. നാളെ മഹ്ശറവൻ സബീൽ നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തണയാനും അവിടുത്തെ ഷറഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട് വിജയികളാവുന്ന സൗഭാഗ്യവന്മാരിൽ എളിയവരായ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ. ഞങ്ങളെ ഈ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ ദീനിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത്. അതുപോലെ നാളെ അർശിന്റെ താണല്ലേ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ നീ റബ്ബേ, പ്രയാസമേറിയ സിറാത്ത് വാരം ഇടിമിന്നൽ പുറം കടക്കാൻ നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റ് അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടാനും സർവോപരി ഖത്ലാഖാവുന്ന റബ്ബേ, നിന്റെ തൃക്കാഴ്ചയാവുന്ന ലിഖാ കാണാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ശരീക്കന്മാർ, ഇൽമു പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, കിതാബ് വാങ്ങി തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ചെയ്തു തന്നവർ, ദീനിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന
ഞങ്ങളോട് ദുആവസിയത്ത് പറഞ്ഞ ഞങ്ങൾ ദുആവസിയത്ത് ഏറ്റെടുത്ത എല്ലാ മോമിനും മോമിനാത്തുകളെയും കൂട്ടത്തിൽ നീ പെടുത്തണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.